ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൺവീസ് നാച്ചുറൽ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോയിൽ കണ്ടതുപോലെ ഞാൻ എൻ്റെ വീട്ടിലാണ്. ഹസ്ബൻഡും മക്കളും മലക്ക് പോയത് കാരണം ഇവിടെയാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം റോഡിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ കുറേ വണ്ടികളുടെയൊക്കെ ഒച്ച കേൾക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം, ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പശു വളർത്തലിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ചില തെറ്റുകളെ കുറിച്ചാണ്. ഇത് ഞാൻ പുസ്തകത്തിൽ വായിച്ചതൊന്നുമല്ല കേട്ടോ, എൻ്റെ അനുഭവം കൊടുത്തലും അതുപോലെ തന്നെ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് പശുവിനെ വളർത്തുന്നവർക്കും പശുവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം പശു വളർത്തൽ പശു വളർത്തൽ നഷ്ടമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ പശു വളർത്തൽ നഷ്ടം വരുന്നത് പലപ്പോഴും നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ചില തെറ്റുകൾ കൊണ്ടാണ്. അതായത് ഞങ്ങളുടെ ഒരു അനുഭവം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങൾ ആദ്യമായിട്ട് പശുവിനെ വാങ്ങുന്നത് വയനാട് പോയിട്ടാണ്. വയനാട്ടിൽ പോയി ഞങ്ങളൊരു കാസർഗോഡ് കുള്ളനെ കണ്ടു. അതിൽ ഞങ്ങൾ കണ്ടത്, ആ പശുവിൽ ഞങ്ങൾ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുണ്ട്, നല്ല ശരീരം, കണ്ടാൽ തന്നെ സൂപ്പർ, നല്ല കളറ്. അതുപോലെ തന്നെ അവരപ്പം അവിടെ നിന്ന് കറന്ന് വന്നു, അതായത് കറവ കാണിച്ചു തന്നു. അപ്പം കുറച്ച് ആ സിറ്റുവേഷനിൽ പാല് കിട്ടുമായിരുന്നു. അത് കണ്ട് ഞങ്ങൾ ഒറ്റയടിക്ക് തന്നെ ഞങ്ങൾ പൈസ കൊടുത്തു, അതിനെ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പാല് കുറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ തീരെ പാലില്ലാത്ത അവസ്ഥയായി. അപ്പോഴാണ് ഞാനും എൻ്റെ ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയിട്ട് നമുക്കിട്ട് ഇതൊരു പണി കിട്ടിയതാണോ, നമ്മൾ അവർ ചതിച്ചതാണോ എന്ന് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത്. പക്ഷേ വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. അതായത് നിങ്ങൾ പശുവിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അവരോട് ചോദിക്കുക. പശുവിന് എത്ര വയസ്സുണ്ട്, എത്ര പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ അവസാനമായിട്ട് പശു എപ്പോഴാണ് പ്രസവിച്ചത് എന്ന്. ഞങ്ങളിതൊന്നും ചോദിക്കാതെ ഒറ്റയടിക്ക് ഭംഗിയിൽ മാത്രം കണ്ടിട്ട് വാങ്ങിയതാണ്. അതായത് പശുവിനെ വാങ്ങുമ്പോൾ പശുവിൻ്റെ ചരിത്രം കൂടി നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, പശുവിൻ്റെ പല്ല് നോക്കിയും നമുക്ക് പശുവിൻ്റെ പ്രായം മനസ്സിലാക്കാം. ചെറിയ പ്രായത്തിൽ പശുവിന് പാൽപ്പല്ലുകളായിരിക്കും, പിന്നീട് അവ മാറി സ്ഥിരപ്പല്ലുകളായി വരും. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാട്ടോ, പറയാൻ ഒത്തിരി ഉണ്ട്, അതുകൊണ്ടാണ്. അതൊക്കെ നോക്കിയാണ്, അതായത് ഈ പല്ലുകൾ നോക്കിയിട്ട് നമുക്ക് പശുക്കളെ വാങ്ങാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അറിയുന്ന ഒരാളെ കൂട്ടി പോയി വാങ്ങുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. പിന്നെ ഞാൻ കണ്ടത് മറ്റൊരു തെറ്റെന്ന് പറയുന്നത് പശുവിൻ്റെ തീറ്റ കാര്യത്തിലാണ്. ചിലർ പശുവിന് കിട്ടുന്നതെല്ലാം കൊടുക്കും. പക്ഷേ അതായത് എല്ലാം എന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ചിലർ പഴകിയ പച്ചക്കറി ഉണ്ടല്ലോ, അത് ചീഞ്ഞലിഞ്ഞ പച്ചക്കറിയൊക്കെ അതിനിട്ട് കൊടുക്കുന്നത് കാണാം പശുവിന്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്ത് വാഴത്തട്ടയ്ക്ക് ഓക്കെ, ഈ ചീഞ്ഞലിഞ്ഞതൊക്കെ ഞാൻ കൊടുക്കുന്നത് കണ്ടത് നമ്മുടെ പോത്തിനൊക്കെ ആട്ടോ, അതിനൊക്കെ കണ്ടിരിക്കുന്നത്. പശുവിന്, അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരം നന്നാവുള്ളൂ. അതുപോലെ തന്നെയാണ് പശുവിന് നല്ല തീറ്റ കിട്ടിയാലേ നല്ല പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും നല്ല പച്ചപ്പുല്ല്, ഉണക്കപ്പുല്ല്, കാലിത്തീറ്റ ഇതൊക്കെ തന്നെ കൊടുക്കുക. എന്നാൽ പ്രസവിക്കാൻ പോകുന്ന പശുവിനും പ്രസവം കഴിഞ്ഞ പശുവിനും നല്ലതാണ്, നല്ല പാലൊക്കെ കിട്ടും. മറ്റൊരു വലിയ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡിൻ്റെ കാര്യത്തിലാണ്. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, പശു നിൽക്കുന്നിടത്ത് തന്നെ ചാണകവും മൂത്രവും കിടക്കും, അതിൽ പശു കിടക്കുന്നതും കാണാം. ഷെഡിൽ വെള്ളം കെട്ടി നിൽക്കും, കൊതുകും ഈച്ചയും വന്ന് നമ്മുടെ പശുവിന് രോഗവും വരും. പിന്നെ പാല് കുറയും, അപ്പോഴും കുറ്റം പശുവിന്. സത്യത്തിൽ കുറ്റം നമ്മളുടെ പരിപാലനത്തിലാണ്. പിന്നെ കുത്തിവയ്പ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രോഗം വന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ മുൻകൂട്ടി ശ്രദ്ധിക്കുന്നതാണ്. അവസാനമായ ഒരു കാര്യം കൂടി, പശു വളർത്തലിൽ ലാഭം വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. പക്ഷേ ആദ്യം ലാഭം വരില്ല, ആദ്യം അറിവ് വരണം. അറിവ് വന്നാൽ അനുഭവം വരും, അനുഭവം വന്നാൽ ലാഭവും വരും. അതുകൊണ്ട് പശുവിനെ വാങ്ങുന്നതിന് മുൻപ് അന്വേഷിക്കുക. പശു വളർത്തലിൽ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, ലാഭം മാത്രമേ വരുള്ളൂ. പശുവിൻ്റെ വില ചോദിക്കുന്നതിന് മുൻപ് പശുവിനെക്കുറിച്ച് ചോദിക്കാൻ പഠിക്കൂ, അപ്പോൾ നഷ്ടം പകുതിയായി കുറയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വില കൂടി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്